പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 7 പേരെ കുറ്റവിമുക്തരാക്കിയ തിരുവനന്തപുരം CBI കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് CBIയുടെ റിവിഷൻ ഹർജിയിലെ ആവശ്യം. അന്വേഷണത്തിൽ തെളിഞ്ഞ പല വസ്തുതകളും വിചാരണ കോടതി പരിഗണിച്ചില്ല. SNC ലാവ്ലിൻ കമ്പനിയുമായി കരാർ ഉറപ്പിക്കുന്നതിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നാണ് CBIയുടെ വാദം. മലബാർ കാൻസർ സെന്ററിന് പണം ലഭിക്കാവുന്ന വിധത്തിൽ കരാർ ഉറപ്പിച്ചില്ല. ഇക്കാര്യങ്ങൾ CBI അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. എന്നാൽ തെളിവുകൾ വിചാരണ കോടതി ഗൗരവമായി പരിഗണിക്കാതെയാണ് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ വിചാരണ ചെയ്യണം. കേസിൽ 7 പേരുടെ വിടുതൽ ഹർജികൾ അനുവദിച്ചതോടെ കേസ് തന്നെ ഇല്ലാതായി. വിചാരണ കോടതിയുടെ ഉത്തരവിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്ന വിശദമായ ഹർജിയാണ് CBI ഹൈക്കോടതി സമർപ്പിച്ചത്. ലാവ്ലിൻ കേസിൽ അപ്പീൽ നൽകാനുള്ള കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമിരിക്കെയാണ് ഹൈക്കോടതിയിൽ CBI റിവിഷൻ ഹർജി നൽകിയത്. നേരത്തെ വിചാരണ കോടതി ഉത്തരവിനെതിരെ ക്രൈം പത്രാധിപർ TP നന്ദകുമാറും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് 4 സിംഗിൾ ബെഞ്ച് ജഡ്ജിമാർ ഒഴിവായത് വാർത്തയായി. CBI നൽകിയ റിവിഷൻ ഹർജിയും മറ്റ് ഹർജികളും മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. മീഡിയ 1 കൊച്ചി.